ഞാൻ ഷിബിനയെ വിവാഹം ചെയ്യുമ്പോൾ അവൾക്ക് ഏതാണ്ട് 20 വയസ്സ് തികയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. തുടക്കത്തിൽ അവൾ തിടുക്കം കാണിച്ചിരുന്നുവെങ്കിലും ലൈഫിൽ പ്രൈവസി നന്നായി ആസ്വദിച്ച ശേഷം കുട്ടികൾ മതിയെന്ന് എൻ്റെ നിർബന്ധമായിരുന്നു. മതപരമായി ഉയർന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അവൾ അത്യാവശ്യത്തിലധികം അച്ചടക്കമുള്ള കൂട്ടത്തിലായിരുന്നു. അതുപോലെ നാണവും. സാരിയും ചുരിദാറും മോഡേൺ വസ്ത്രങ്ങളെല്ലാം അവൾ ധരിക്കുമെങ്കിലും എല്ലാം നന്നായി മറയ്ക്കുന്ന രീതിയിൽ മാത്രമേ അവൾ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം തൊലിവെളുപ്പ് കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ഞാൻ പല പ്രാവശ്യം അവളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൾക്ക് കൊതി ഉണ്ടായിരുന്നിട്ട് കൂടി അവളതിന് ധൈര്യം കാണിച്ചിരുന്നില്ല. വീട്ടുകാരെയും നാട്ടുകാരെയും കുറിച്ച് ഓർത്തുള്ള ഭയം, അത് തന്നെയായിരുന്നു കാര്യം. എൻ്റെ ഭാര്യ ഷിബിന മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. അവളുടെ കുടുംബത്തിലെ ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഷിബിന മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല വെളുത്ത സുന്ദരിയാണ്. അതുപോലെ അവൾക്ക് വേണ്ടതൊക്കെ അത്യാവശ്യത്തിനുമുണ്ട്. ഉയർച്ചയിലും താഴ്ചയിലും വളവിലുമെല്ലാം പാകമായ അളവുണ്ട് എല്ലാത്തിനും. അത് തന്നെ, അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറയും പോലെ. പ്രതിഷ്ഠകൾ വലുതായതുകൊണ്ട് തന്നെ ഏതൊരാൾക്കൂട്ടത്തിൽ ചെന്നാലും എത്ര കണ്ട് മറച്ചു പിടിച്ചാലും ഷിബിന തന്നെയായിരിക്കും അവിടുത്തെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്, പ്രത്യേകിച്ചും ഈ ആണുങ്ങളുടെ ഇടയിൽ. ആ സത്യം എനിക്കും ഷെബിനയ്ക്കും ഒരുപോലെ അറിയാവുന്നതാണ്. പഴകിപ്പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അതത്ര കാര്യമായി എടുക്കാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഭാര്യയെ മറ്റുള്ളവർ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്തുകൊണ്ടോ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുമുള്ള ഒരു സന്തോഷം. എന്തോ എനിക്കറിയില്ല, ഒരുപക്ഷെ എനിക്കങ്ങനെയുള്ള തോന്നൽ കാരണം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു മനോഭാവം ഒളിഞ്ഞുകിടക്കുന്നത് കൊണ്ടാകാം. ഉണ്ടാകാം എന്നല്ല, ഉണ്ട്. ജോലിയിൽ കിട്ടിയ ഒരു ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി എനിക്ക് അമേരിക്കയിലേക്ക് ചേക്കേറേണ്ടി വന്നു. ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നാൽ തന്നെ ഷെബിനെയും ഒപ്പം കൂട്ടാൻ സാധിച്ചിരുന്നു. ജോലിയിൽ കയറി ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഇൻഷുറൻസ് പേപ്പറും ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് പേപ്പറിൽ ഒരു ഫാമിലി ഡോക്ടറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിർബന്ധമായ നിബന്ധനകളിലൊന്നായിരുന്നു. ഞാൻ ഇൻഷുറൻസ് കമ്പനി നൽകിയിരിക്കുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റിലൂടെ കണ്ണോടിച്ചു. ആ ലിസ്റ്റിൽ പലതരം ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും, അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കറുത്തവരും വെളുത്തവരുമായ നീണ്ട ലിസ്റ്റ്. അതിൽ ആ ഡോക്ടേഴ്സിൻ്റെ മുഖചിത്രവും ഉൾപ്പെട്ടിരുന്നു. എന്തുകൊണ്ടോ എൻ്റെ കണ്ണുടക്കിയത് ബോബ് എന്ന് പറയുന്ന ഒരു വെള്ളക്കാരൻ്റെ ഫോട്ടോയിലായിരുന്നു. നല്ല വണ്ണവും ഉയരവുമുള്ള ഗുസ്തിക്കാരനെ പോലെ തോന്നിക്കുന്ന ബോബ് എന്ന 46 വയസ്സുകാരൻ. പ്രായം കൊണ്ടും വലിപ്പം കൊണ്ടും അയാളുടെ പാതയിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യയെ ചികിത്സിക്കുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്കെന്തൊക്കെയോ വിചിത്രമായ ഒരു സന്തോഷം എനിക്ക് കടന്നു വരുന്ന പോലെ തോന്നി. എൻ്റെ വൈഫ് ജീവിതത്തിൽ ഇതുവരെ അവളുടേതായ ഒരാവശ്യത്തിനും ഒരു പുരുഷ ഡോക്ടറെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ തീരുമാനത്തിൽ അവൾ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല എന്ന് മാത്രമല്ല, ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടറെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് പങ്കില്ലെന്നും അത് ഇൻഷുറൻസ് കമ്പനിയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും ഒരു പച്ചക്കള്ളം പറഞ്ഞ് ഞാൻ അതിൽ നിന്നും നൈസായിട്ട് ഊരിപ്പോന്നു. ഇൻഷുറൻസ് പേപ്പർ സൈൻ ചെയ്യാൻ അവൾക്ക് ആദ്യമായി ആ ഡോക്ടറെ സമീപിക്കേണ്ട സാഹചര്യം വന്നു. ആദ്യം തീർത്തും വിസമ്മതിക്കുകയും പിന്നീട് ഞാൻ ഒപ്പം ചെല്ലാമെങ്കിൽ പോകാമെന്നും അവൾ സമ്മതിച്ചു. എന്നാൽ ഞാൻ ഈ 2 കാര്യങ്ങളും അംഗീകരിച്ചില്ല. അമേരിക്കയിലൊക്കെ മെയിൽ ഡോക്ടേഴ്സ് സ്ത്രീകളെ പരിശോധിക്കുന്നത് സാധാരണമാണെന്നും അവർ വളരെ പ്രൊഫഷണൽ ആണെന്നും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഒപ്പം ചെല്ലുന്ന കാര്യം, ഭാവിയിൽ ഇനി അങ്ങോട്ട് അവളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അവൾക്ക് അദ്ദേഹത്തെ തന്നെ സമീപിക്കേണ്ടി വരുന്നതിനാൽ എല്ലാ കാലവും എനിക്ക് കൂട്ടുപോകാൻ സാധിക്കില്ല എന്ന നീതിസ്ഥിതിയും അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഒപ്പം ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഞാൻ അവൾക്ക് പകർന്നു കൊടുത്തു. ഇങ്ങനെയൊക്കെ ആയിട്ടും ആദ്യമായി ആ മെയിൽ ഡോക്ടറിൻ്റെ അടുത്ത് തനിച്ചു പോകേണ്ട ദിവസം വന്നപ്പോൾ അവൾ വീണ്ടും വിമ്മിഷ്ടം കാണിച്ചിരുന്നു. മനസ്സിലെ തൃപ്തികേട് അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു.
എന്നിരുന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അവളെ തനിച്ച് തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. എന്നാൽ ആദ്യത്തെ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഷിബിനയുടെ മുഖത്ത് പോകുമ്പോൾ ഉണ്ടായിരുന്ന പരിഭ്രമം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവളൽപ്പം സന്തോഷവതിയായും കാണപ്പെട്ടു. അന്ന് ക്ലിനിക്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി അവൾ എന്നോട് പറയുകയും ചെയ്തു. പേപ്പേഴ്സിൽ സൈൻ ചെയ്തതിനിടയിൽ അയാൾ അവളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെക്കുറിച്ചും പാരമ്പര്യമായി എന്തെങ്കിലും രോഗങ്ങളുണ്ടോ മുതലായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നും അവൾ എന്നെ അറിയിച്ചു. എല്ലാത്തിനുമുപരി അയാൾ കാണുന്ന പോലെ അത്ര ഗൗരവക്കാരനല്ലെന്നും നല്ല രസികനാണെന്നും അവൾ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു. അടുത്ത കുറച്ച് മാസങ്ങൾക്കിടയിൽ ഷെബിന പലതവണയായി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ചെറിയ അലർജികളും മറ്റു രോഗങ്ങളും കാരണം. ഓരോ വിസിറ്റ് കഴിയുമ്പോഴും അവരുടെ സൗഹൃദം കൂടുതൽ പുരോഗമിക്കുകയാണെന്ന് ഞാൻ അവളുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കി. ഒരു തവണ അവൾ പതിവ് പോലെ അയാളുടെ ക്ലിനിക്കിലേക്ക് പോയപ്പോൾ അവളെ തിരിച്ച് പിക്ക് ചെയ്യാൻ ഞാൻ ആ ക്ലിനിക്കിലേക്ക് പോയിരുന്നു. അന്നാണ് ഡോക്ടർ റോബിനെ ഞാൻ ആദ്യമായി നേരിൽ കാണുന്നത്. ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ നല്ല ഉയരവും വണ്ണമുള്ള ഒരു മനുഷ്യൻ. എന്നാൽ അയാൾക്ക് ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ഇത്തിരി പ്രായം കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നി. എന്നിരുന്നാലും ആൾ നല്ല ആരോഗ്യവാനായിരുന്നു. ഷിബിനയെ അയാളുടെ ക്യാബിനിൽ നിന്നും പുറത്തിരുത്തി ഞാനും ഡോക്ടറും തമ്മിൽ മാത്രമായി കുറച്ചു നേരം സംസാരിച്ചു. ചെറിയ അലർജികളുടെ പ്രശ്നമല്ലാതെ ഷിബിനയിൽ മറ്റു വലിയ രോഗപ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് അയാൾ സന്തോഷപൂർവ്വം എന്നെ അറിയിച്ചു. ശേഷം ഞങ്ങൾ കുറച്ചു നേരം പൊതുവായ കാര്യങ്ങൾ സംസാരിച്ചു. അയാൾക്ക് ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ ഫുഡുമെല്ലാം, പ്രത്യേകിച്ച് കേരള ഫുഡ് വളരെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു. ആ ചെറിയ നേരത്തെ പരിചയപ്പെടലിൽ തന്നെ ഷിബിന പറഞ്ഞതുപോലെ അയാൾ വളരെ ഓപ്പൺ മൈൻഡും രസികനുമാണെന്ന് എനിക്കും തോന്നിയിരുന്നു. എൻ്റെ ഭാര്യ ഷിബിന നല്ലൊരു കുക്കാണെന്നും സാധിച്ചാൽ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് അത്താഴത്തിന് വരണമെന്നും ഞാൻ വെറുതെ ഒരു മര്യാദയുടെ രീതിയിൽ അയാളോട് പറഞ്ഞു. എന്നാൽ എന്നെ തീർത്തും അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ എൻ്റെ ആ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ ഈ വീക്കെൻഡിൽ അയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹൃദയപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി. ഇറങ്ങാൻ നേരം അയാൾ മറ്റൊരു കാര്യം കൂടി എന്നെ ധരിപ്പിച്ചു. മറ്റു രോഗങ്ങളൊന്നുമില്ലെന്ന് പൂർണ്ണമായും ഉറപ്പ് വരുത്താനായി അയാൾ ഷിബിനയോട് ഒരു ഫുൾ ചെക്കപ്പ് ചെയ്യാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും ഷിബിന ഇതുവരെ അതിന് സമ്മതം മൂളിട്ടില്ലായിരുന്നില്ല എന്നതായിരുന്നു കാര്യം. ഇതെനിക്ക് തീർത്തും അറിയാത്തൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെപ്പറ്റി ഞാൻ ഷിബിനയുമായി ഡിസ്കസ് ചെയ്തോളാം എന്ന ഉറപ്പിൽ അന്ന് ഞങ്ങൾ പിരിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയെ ഞാൻ ആ ചെക്കപ്പിനെ പറ്റി ഷിബിനയോട് ചോദിച്ചു. അവൾ ആദ്യം ചെറുതായി പതറിയെങ്കിലും ഒരു മെയിൽ ഡോക്ടർ തന്നെ ആ ചെക്കപ്പ് ചെയ്യുന്നതിൽ താൻ അത്ര കംഫർട്ടബിൾ അല്ലെന്ന് അവൾ എന്നെ അറിയിച്ചു. ഇത് ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യമാണെന്നും ഇതിൽ തെറ്റായൊന്നും കാണേണ്ടതില്ലെന്നും ന്യായീകരിച്ച് ഞാൻ അവളെ ചെക്കപ്പിന് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അല്പനേരത്തെ മൗനത്തിന് ശേഷം അല്പം മടിച്ചാണെങ്കിലും അവൾ മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഡോക്ടർ ആദ്യമൊക്കെ പെരുമാറിയിരുന്നത് നല്ലൊരു സുഹൃത്തിനെ പോലെ മാത്രമായിരുന്നെങ്കിലും ഈ അടുത്തിടെയായി അയാൾ തന്നോട് കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നുവെന്നും അവൾ പറഞ്ഞു. മുൻപൊക്കെ വെറും ചെക്കപ്പിനോടനുബന്ധിച്ചുള്ള ചെറുതായ ചില തമാശകൾ മാത്രമായിരുന്നു അയാളുടെ സംസാരമെങ്കിൽ ഈ അടുത്തിടെ അവളുടെ സൗന്ദര്യത്തെയും മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു വരുന്നുവെന്നും അവൾ അല്പം ഭയത്തോടെ എന്നോട് പറഞ്ഞു. ഇതൊന്നും ഇതുവരെ ഇവൾ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വന്നത്. എങ്കിലും ഞാൻ ഒന്നും കൂടുതൽ ചോദിക്കാൻ നിന്നില്ല. കാരണം അവൾ ഇപ്പോഴേ ഭയന്നിരിക്കുകയാണ്. പോരാത്തതിന് അയാളുടെ സംസാരങ്ങൾ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ അവൾ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ സാധ്യതയില്ലായിരുന്നു. എല്ലാത്തിനും ഉപരി ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ അവളെ വെറുതെ തെറ്റിദ്ധരിക്കുമോ എന്നോ അല്ലെങ്കിൽ
അനാവശ്യമായി ഞാൻ ആ ഡോക്ടറുമായി വഴക്കിട്ട് അവരുടെ ആ നല്ല സൗഹൃദം തകർത്ത് കളയുമോ എന്നോ വല്ലതും അവൾ ഭയന്നിട്ടുണ്ടാകാം. അങ്ങനെ വാരാന്ത്യം വന്നെത്തി. പറഞ്ഞുറപ്പിച്ചതുപോലെ ഡോക്ടർ ഞങ്ങളുടെ വീട്ടിലേക്ക് അത്താഴത്തിന് വന്നു. ഞാൻ ഡോക്ടറെ വീട്ടിലേക്ക് അത്താഴത്തിന് ക്ഷണിച്ചത് ഷിബിനയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരു ഡോക്ടർ രോഗി ബന്ധത്തിൽ നിന്നും ഇതിനെ കൂടുതൽ സൗഹൃദത്തിലേക്കോ മറ്റെന്തെങ്കിലും ആത്മബന്ധത്തിലേക്കോ വളർത്തിക്കൊണ്ടു പോകുന്നതിൽ അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും അതിഥി സൽക്കാരം എന്ന നിലയിൽ അവൾ ഒരുപാട് നല്ല വിഭവങ്ങൾ അത്താഴത്തിനായി ഒരുക്കിയിരുന്നു. വളരെ സാധാരണമായി അവൾ ഒരുങ്ങിയിരുന്നു. മുടി ലളിതമായൊരു ബൺ പോലെ കെട്ടിയിരിക്കുന്നു. അധികം ഉയരമോ തടിയോ ഇല്ലാത്തതിനാൽ അവളെ ഒരു 18കാരിയെ പോലെ തോന്നിച്ചിരുന്നു. ഡോക്ടർ വന്നെത്തി അല്പനേരത്തെ സംസാരത്തിന് ശേഷം ഞങ്ങൾ 3 പേരും തീന്മേശയിലിരുന്ന് അത്താഴം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഡോക്ടറുടെ കണ്ണുകൾ ഇടതടവില്ലാതെ എൻ്റെ ഭാര്യയിലേക്ക് നീളുന്നതും അത് മനസ്സിലാക്കി അവൾ അയാളുടെ നേർക്കുള്ള തൻ്റെ നോട്ടവും മുഖവുമൊക്കെ വെട്ടിച്ചു മാറ്റുമ്പോൾ അറിയാതെ തന്നെ മുഖത്തൊരു നാണത്തിൻ്റെ പുഞ്ചിരി വിടരുന്നതെല്ലാം പൂർണ്ണമായും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ തമ്മിൽ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന പോലെ. ആദ്യം ഭക്ഷണത്തിനെ പറ്റിയും ഷിബിനയുടെ കുക്കിങ്ങിനെ പറ്റിയും പുകഴ്ത്തി സംസാരിച്ച ഡോക്ടർ പിന്നീട് സംസാരിച്ചത് മുഴുവൻ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ പറ്റിയായിരുന്നു. മുഖത്ത് അനിഷ്ടം അഭിനയിച്ചെങ്കിലും ഷിബിനയുടെ മുഖം ചുവക്കുന്നതും ഡോക്ടറുടെ സംസാരം കേട്ട് അവൾ നാണം കൊള്ളുന്നതൊക്കെ എനിക്കും ഡോക്ടർക്കും നിസ്സംശയം മനസ്സിലായിരുന്നു. പിന്നീട് ഡോക്ടർ ഷിബിനയെക്കുറിച്ച് എന്നോട് കൂടുതൽ ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ ആദ്യമായി എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെ വിവാഹിതരായി എന്നൊക്കെ. ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ കൗതുകമായിരുന്നു. അത് ഒരു അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു സംഭവമായിരുന്നു. അയാളുടെ കൗതുകത്തെ കൂടുതൽ ഉണർത്താൻ ഞാൻ മറ്റൊരു കാര്യം കൂടി തുറന്നു പറഞ്ഞു. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഷിബിന ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അവളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ ഏക പുരുഷൻ താൻ മാത്രമാണെന്നും ഞാൻ അയാളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ അല്പം അസൂയ കലർന്ന രീതിയിൽ ആദ്യം എൻ്റെ മുഖത്തേക്കും പിന്നെ ഷിബിനയുടെ മുഖത്തേക്കും തുറിച്ചു നോക്കി. ആദ്യമേ നാണത്താൽ ചുമന്നിരുന്ന ഷിബിനയുടെ മുഖം കൂടുതൽ ചുവന്നുപോയി. അത്താഴത്തിന് ശേഷം ഞാനും ഡോക്ടറും വീണ്ടും സോഫയിലിരുന്ന് പൊതു കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സ്പോർട്സ്, മൂവീസ് ഇതൊക്കെയായിരുന്നു വിഷയം. ഷിബിനയും ഞങ്ങളുടെ ഒപ്പം വെറുതെ ഒരു കേൾവിക്കാരിയായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ ഭിത്തിയിൽ ചാരിയിരുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കപ്പെട്ട ഡോക്ടർ യാന്ത്രികമെന്നോണം എഴുന്നേറ്റ് അതിനടുത്തേക്ക് നടന്നു. അത് ഞാനും ഷിബിനയും ഒപ്പം നിന്നെടുത്ത ഒരു ഫോട്ടോയാണ്. ആ ചിത്രത്തിൽ ഷിബിന ധരിച്ചിരുന്നത് ഒരു സാരിയായിരുന്നു. ആ ഫോട്ടോ വളരെ അടുത്തു നിന്നും സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം സാരി എടുത്ത് കാണാൻ ഷിബിനയെ നല്ല ഭംഗിയുണ്ടെന്നും എനിക്ക് വിരോധമില്ലെങ്കിൽ അയാൾക്ക് ഷിബിനയെ ഒന്ന് സാരി എടുത്ത് കാണാൻ നല്ല ആഗ്രഹമുണ്ടെന്നും മടി കൂടാതെ എന്നോട് പറഞ്ഞു. ഡോക്ടറുടെ ആഗ്രഹം കേട്ട ഞാൻ പതിയെ തലചരിച്ച് ഷിബിനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നാൽ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഷിബിന സാധ്യമല്ല എന്ന ഭാവത്തിൽ തലയിളക്കി. ഞാൻ കണ്ണുകൾ കൊണ്ട് ഒന്നുകൂടി യാചിച്ചു. എന്നാൽ ഷിബിന വീണ്ടും എൻ്റെ അപേക്ഷ നിരസിച്ചു. എന്നാൽ ഡോക്ടറുടെ നോട്ടം ഞങ്ങളിലേക്ക് നീണ്ടതും ഷിബിനയുടെ ഭാവം പെട്ടെന്ന് മാറി. വളരെ അനുസരണയുള്ള ഒരു ഭാര്യയെപ്പോലെ അവൾ ശരിയെന്ന് മൂളിക്കൊണ്ട് ഞങ്ങളുടെ ബെഡ്റൂം ലക്ഷ്യം വെച്ച് നടന്നു. പക്ഷേ ബെഡ്റൂമിൻ്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അവളെൻ്റെ നേർക്കൊരു നോട്ടം നോക്കി. എന്നെ ദഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടം. ഈ ഡോക്ടറൊന്ന് പോട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ ശരിയാക്കി തരാം എന്നായിരുന്നു ആ തീ പറന്ന നോട്ടത്തിലൂടെ അവൾ എന്നോട് പറയാതെ പറഞ്ഞത്. അവൾ ആ നിശബ്ദമായ നോട്ടത്തിലൂടെ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയതും ഞാൻ അല്പം ഭയത്തോടെ നിന്നു. പക്ഷെ മുഖത്ത് യാതൊരു പരിഭ്രമവും വെളിപ്പെടുത്താതെ ഞാൻ ഡോക്ടറുമായുള്ള സംസാരം തുടർന്നു. അല്പം കഴിഞ്ഞ് ഷിബിന വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഒരു ചുവന്ന സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. നീളമുള്ള മുടി അഴിച്ചിട്ടതോടെ അവൾ ഡോക്ടർ വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. ഷിബിനയുടെ വരവറിഞ്ഞതും ഡോക്ടർ എന്നെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളുടെ ശരീരം വളരെ അടുത്തുനിന്ന് കാണാൻ ധൃതി കാട്ടുന്ന പോലെ.
അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അടിമുടി നോക്കുന്ന ഡോക്ടറെ തീക്ഷ്ണനോട്ടം നേരിടാനാവാതെ ഷിബിന നാണത്തോടെ തല കുനിച്ചു. ഡോക്ടർ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ അഴിച്ചിട്ട മുടിയിൽ ഒന്ന് തൊട്ടു. അയാളുടെ അപ്രത്യക്ഷമായിട്ടുള്ള ആ പ്രവൃത്തിയിൽ ഷിബിന ചെറുതായി വിറച്ചെങ്കിലും അവൾ അനങ്ങാതെ നിന്നു. തന്നെ നന്നായി കണ്ടോട്ടെ എന്ന ഭാവമായിരുന്നു അപ്പോൾ അവളുടെ മുഖത്ത്. മുടിയിൽ നിന്നുള്ള പിടുത്തം മെല്ലെ വിട്ടപ്പോൾ ഡോക്ടറുടെ കൈകൾ ഷിബിനയുടെ മുന്താണിയിലേക്ക് നീങ്ങി. അയാൾ മുന്താണി തൻ്റെ ഉള്ളം കൈയിലേക്ക് ചുരുട്ടി പിടിച്ചു. ശേഷം കണ്ണുകളിൽ കുട്ടികളുടെ പോലെ അതിശയവും കൗതുകവും നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, "ഈ സാരി എങ്ങനെയാണ് ഉടുക്കുന്നത്?" അയാളുടെ ആ ഭാവവും ചോദ്യം കേട്ട മാത്രയിൽ ആ അവസ്ഥയിലും ഷിബിന പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. മുറിയിലെ നിശബ്ദതയിൽ ആ ചിരിയുടെ മധുരം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആസ്വദിച്ചു. അവളുടെ നാണത്തിൻ്റെ പിന്നിൽ മറഞ്ഞ സ്വീകാര്യമായ ഒരു അനുഭൂതി പോലെ. അറിയാതെ പറ്റിയതാണെങ്കിലും ഷിബിനയുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു. അവൾ ഇടങ്കണ്ണിലൂടെ ഡോക്ടറെ നോക്കുന്നുണ്ട്. തൻ്റെ പൊട്ടിച്ചിരി കേട്ട് ചമ്മി നിൽക്കുന്ന ഡോക്ടറുടെ മുഖം കണ്ടപ്പോൾ ഒരു ചെറിയ കുറ്റബോധത്തിന് നിഴൽ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അതിനപ്പുറം വീട്ടിലേക്ക് വന്ന ഒരതിഥിയുടെ മനസ്സ് വേദനിപ്പിച്ചെന്ന് തോന്നൽ അവളെ അല്പം ആശാന്തിയിലാക്കിയിട്ടുണ്ടാകാം. ആ തെറ്റായ പ്രതികരണത്തിൻ്റെ പ്രായച്ചിത്തമെന്നോണം മടിച്ചിട്ടാണെങ്കിലും ശബ്ദത്തിൽ നേരെ വിറവലോടെ അവൾ സംസാരിക്കാൻ തുടങ്ങി. "സാരി ഉടുക്കുന്നത് ഇങ്ങനെയാണ്." അവൾ വാക്കുകൾ മൃദുലമായി ഒഴുക്കി. എന്നിട്ട് അയാൾക്ക് നല്ല വിശദമായി എല്ലാം പറഞ്ഞു കൊടുത്തു. അവസാനം മുന്താണി മനോഹരമായി ഒരുക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. എന്നാൽ താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഡോക്ടർ ഒരു ഭ്രമത്തോടെ പരിസരം മറന്ന് തന്നെ മാത്രം നോക്കി നിൽക്കുകയാണെന്ന് ഷിബിന തിരിച്ചറിഞ്ഞു. അത് മനസ്സിലാക്കിയ നിമിഷം അവളുടെ ശ്വാസം ഒന്ന് പിടഞ്ഞു. വാക്കുകൾ നിമിഷത്തിൽ നിൽക്കുകയും അവളൽപ്പം നാണത്തോടെ കണ്ണ് താഴേക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് പറയണേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.